എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നോർത്ത് ഇന്ത്യൻ നോൺ വെജിറ്റേറിയൻ ഡിഷസിൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയും ഈ ഒരു കറി സെർവ് ചെയ്യാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞതും അതുപോലെ നല്ല കളർ കിട്ടുന്നതുമാണ് കശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടി ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം 20 മിനിറ്റെങ്കിലും കുറഞ്ഞതൊന്ന് മാറ്റി വയ്ക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിനുവേണ്ടി നന്നായി ചൂടായ ഒരു പാനിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂണൊക്കെ തന്നെ മതിയാവും. നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. പിന്നെ അത് 2 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. ചിക്കൻ നന്നായി വെന്തതിന് ശേഷം ചിക്കൻ ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്സും നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 1 പോട്ട് റെസിപ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ഇനി ഇതേ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 20 ഗ്രാം ബട്ടർ ഉണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് 2 സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതായി തന്നെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സവാള നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ 1/2 കപ്പ് കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ വഴണ്ട് മിക്സായി കിട്ടണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു മിക്സ് 10 മിനിറ്റ് സിമ്മിൽ ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നല്ലതുപോലെ എല്ലാം വെന്ത് വഴണ്ട് വന്നിട്ടുണ്ടാവും. തക്കാളി എല്ലാം നല്ലതുപോലെ വഴണ്ട് കിട്ടണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ കളറ് ഉള്ള മുളക് പൊടിയാണ്. 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. 1/4 ടേബിൾ സ്പൂൺ ക്യുമിൻ അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. പൊടികളെല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. മസാല നല്ലതുപോലെ റെഡിയായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ മീഡിയം സൈസ് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരിക്കലും ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ മസാലകളൊന്നും അരച്ചെടുക്കരുത്. ചൂട് കൂടുമ്പോഴേക്കും അതിൻ്റെ അടപ്പ് പൊന്തി വരാനും അങ്ങനെ അപകടം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കുക. 1/2 കപ്പ് തണുത്ത വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുന്നത് നല്ലതായിരിക്കും.
മസാല തയ്യാറാക്കിയ അതേ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 ഗ്രാം ബട്ടറൊക്കെ തന്നെ മതിയാവും. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ആ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ബട്ടറും ആ ഒരു മസാലയും നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. മുൻപ് ഇതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചേർത്ത തക്കാളിയുടെ അളവനുസരിച്ച് ഉപ്പിൽ വ്യത്യാസം വരാം. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അര കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. ഡ്രൈ കസൂരി മേത്തി മിക്കവാറും എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് ഈ ഒരു കസൂരി മേത്തി. മിക്കവാറും ഉള്ള എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസിലും പ്രത്യേകിച്ച് കറികളിൽ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഈ ഒരു കസൂരി മേത്തി ചേർക്കുമ്പോഴാണ്. പൊതുവേ മലയാളികൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ, ആ ഒരു നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടുന്നത്. നമ്മൾ മലയാളികൾക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ ചിക്കൻ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇതൊരു അസൽ കോമ്പിനേഷനാണ്. ബ്രെഡ് ഐറ്റംസ് ആയിട്ടുള്ള പൊറോട്ട, ചപ്പാത്തി, നാൻ എല്ലാത്തിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പൊതുവേ ബട്ടർ ചിക്കൻ സെർവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കാറുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽ റിട്ടേൺ റെസിപ്പീസ് സൈറ്റിലുണ്ട്, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.